أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. صدق الله العظيم. സൂറത്തു നൂർ ആയത്ത് 34. വലഖദ് അൻസൽന, നാം ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, ആയാത്തിൻ ആയത്തുകൾ, മുബയ്യിനാത്തിൻ സുവ്യക്തമായ അല്ലെങ്കിൽ സുവ്യക്തമാക്കുന്ന, വ മസലൻ ഉദാഹരണവും, മിനല്ലദീന ഖലൗ കഴിഞ്ഞുപോയവരിൽ നിന്നുള്ള, മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പ്, വ മൗഇലത്തൻ സതുപദേശങ്ങളും സതുപദേശത്തെയും ഇറക്കിയിരിക്കുന്നു, ലിൽ മുത്തഖീൻ മുത്തഖികൾക്കുള്ള. ഇതുവരെ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു സമാപനം, ഒരു ഉപസംഹാരമാണ് ഈ ആയത്ത്. അതുപോലെ തന്നെ ഈ സൂറത്ത് തുടങ്ങിയത് സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയെടുത്തും ഇതുപോലെയുള്ള പരാമർശമാണല്ലോ കാണാൻ കഴിയുക. അവിടെയും പറഞ്ഞത് വഅൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ എന്നാണ്. ഇങ്ങനെ ഇടയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. ചില ആയത്തുകൾ അല്ലെങ്കിൽ ചില അടിസ്ഥാനങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത് കൂടെ വന്നതാണ് സൂറത്തുർ റഹ്മാനിലെ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നതുപോലെ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. പിന്നെയുമുണ്ട് പല സൂറത്തുകളിലും പല ചോദ്യങ്ങളോ പരാമർശങ്ങളോ ഒക്കെ ആവർത്തിക്കുന്നത്. എന്നതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം അടിസ്ഥാനം ആവർത്തിക്കുകയാണ്. അത് ഇതുവരെ പറഞ്ഞതിൻ്റെ ഉപസംഹാരവുമാണ്, ഇനി പറയാൻ പോകുന്നതിൻ്റെ ആമുഖവുമാണ്. വലഖദ് അൻസൽന ഇലൈക്കും ആയാത്തിൻ മുബയ്യിനാത്തിൻ, നാം നിങ്ങൾക്ക് വ്യക്തമായ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ആയത്തുകൾ ഇറക്കിയിരിക്കുന്നു എന്നാണ്. ആയത്ത് എന്നത് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾക്ക് പറയുന്ന പേരാണ്. പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ മാത്രമല്ല, അള്ളാഹുവിന് 3 ആയത്തുകളുണ്ട്. ഒന്ന് മുഅ്ജിസത്തിനെ കുറിച്ച് ആയത്തിൻ ബയ്യിന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, മൂസാ നബിയുടെ വടി പോലെയുള്ള സാധനങ്ങൾ. അതുപോലെ പിന്നെ ഈ പ്രപഞ്ചത്തിൽ വസനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ ആയത്ത്. അതുപോലെ വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ആയത്ത്. രാപ്പകലുകൾ മാറി മാറി വരുന്നത് ആയത്ത്. അതുപോലെ പിന്നെ മനുഷ്യരെ ഇണകളായിട്ട് സൃഷ്ടിച്ചത്, അവർ വിവാഹം കഴിച്ച് പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത്, അത് വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ. ഇങ്ങനെ നമ്മൾ കാണുന്ന സകലമാന പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവയൊക്കെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാകും എന്നതുപോലെ ഉള്ളതാണ് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും. ഈ വാചകങ്ങൾ പഠിച്ചാൽ മാ ഹാദാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യൻ്റെ വചനമല്ല എന്ന് പ്രാചീന അറബി കവി പറഞ്ഞതുപോലെ ഇക്കാലത്തും എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ആയത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടാൽ മനസ്സിലാകുന്നത് എന്നാണ്. നമ്മൾ മലയാളത്തിൽ അടയാളം എന്നും ഇംഗ്ലീഷിൽ സിഗ്നൽ എന്നും ഒക്കെ പറയുന്നത് പോലെയുള്ള വാക്കാണ് ആയത്ത് എന്നത്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് മനസ്സിലാകുന്നത് എന്നാണ്. നേരത്തെ പലതവണ വിശദീകരിച്ച സംഗതിയാണിത്. അങ്ങനെയുള്ള ആയത്തുകൾ ഇറക്കിയിരിക്കുന്നു. സൂക്തങ്ങൾ എന്നാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുക. അതൊരു പറഞ്ഞു പതിഞ്ഞ അബദ്ധ പരിഭാഷ മാത്രമാണ്. യഥാർത്ഥത്തിൽ സൂക്തം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞത് എന്നാണ്. ഇത് പറഞ്ഞത് അല്ല, ഇത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് ആണ് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഉൾപ്പെടെ വേറെ ഒരാളുടെയും വാചകങ്ങൾക്ക് ആയത്ത് എന്ന് പറയില്ല. പരിശുദ്ധ ഖുർആനിലെ അല്ലാത്ത വാചകങ്ങൾക്ക്, ഒരു ഗ്രന്ഥത്തിലെയും വാചകങ്ങൾക്ക്, ഹദീസിന് പോലും ആയത്ത് എന്ന് പറയില്ല. കാരണം അതൊക്കെ ആര് പറഞ്ഞതാണ് എന്ന് അതിൻ്റെ സനദ് കൊണ്ടാണ് മനസ്സിലാകുക. അതുകൊണ്ടാണല്ലോ ഹദീസിൽ ചിലത് സഹീഹാണ്, ചിലത് ലഈഫാണ്,
ചിലത് റസൂല് പറഞ്ഞതാണെന്ന് ഉറപ്പാണ്, ചിലത് റസൂല് പറഞ്ഞതാണെന്ന് ഉറപ്പില്ലാത്തതാണ്, വേറെ ചിലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളതാണ്, മൗലൂ ആയ ഹദീസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പല വർഗീകരണങ്ങളും വേണ്ടി വരുന്നത്. പിന്നെ അത് ആര് പറഞ്ഞതാണ്, അത് ഇന്നയാളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന സഹാബി കേട്ടു, പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇന്ന താബി കേട്ടു, ഇങ്ങനെ അതിൻ്റെ ഒരു മേൽവിലാസം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമ്പോഴാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ആ വാചകം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്നാണ്. ഇതാണ് ആയാത്തിൻ മുബയ്യിനാത്തിൻ എന്ന് പറഞ്ഞത്. ഏതുപോലെ മൂസാ നബിയുടെ വടി കണ്ടാൽ അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പിന്നെ മുഅ്ജിസത്താണ് എന്ന് മനസ്സിലാകും എന്നതുപോലെ. അങ്ങനെ നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു ആയാത്തിൻ ബയ്യിനാത്തിൻ. വ മസലം മിനല്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഉദാഹരണങ്ങളും ഇറക്കിയിരിക്കുന്നു. അതെന്തിനാണ് പറഞ്ഞത്? ഈ സൂറത്തിൽ മാത്രമല്ല, ഇതുവരെയുള്ള ഒരുപാട് സൂറത്തുകളിൽ, അഥവാ ഇതുവരെ ഇറങ്ങിയ, ഇതിൻ്റെ മുമ്പ് മക്കയിൽ ഇറങ്ങിയ ഒരുപാട് സൂറത്തുകളിലും മദീനയിൽ ഇറങ്ങിയതിലുമുണ്ട്. പിന്നെ മുമ്പ് കഴിഞ്ഞ നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനതയുടെ ഖൗമു നൂഹിൻ വ ആദിൻ വ സമൂദിൻ വ ഖൗമു ലൂത്തിൻ, ഇങ്ങനെയൊക്കെയുള്ള ജനതകളുടെ, അതുപോലെ തന്നെ ഫിറഔനിൻ്റെ, അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് ധിക്കാരം പ്രവർത്തിച്ചവരുടെ, എന്നിട്ട് അവർ അതിൻ്റെ ദുരന്തം അനുഭവിച്ചതിൻ്റെ പരിണിതി വിവരിക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ സത്യം മുറുകെ പിടിച്ച യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വിജയഗാഥകളും പരിശുദ്ധ ഖുർആൻ വന്നിട്ടുണ്ട്. എന്തിനാ പറയുന്നത്? അള്ളാഹു നിങ്ങൾക്ക് ഈ ഇറക്കി തന്നിരിക്കുന്ന ആയത്തിനോട് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയവും പരാജയവും എന്ന് സൂചിപ്പിക്കാനാണ് ഇതിവിടെ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൂറത്തിൽ തന്നെ. അഥവാ വ്യഭിചാരത്തിൻ്റെ നിരോധനം, വ്യഭിചാരത്തിൻ്റെ ശിക്ഷ, വ്യഭിചാരാരോപണത്തിൻ്റെ ശിക്ഷ, അതുപോലെ തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അതിനോട് സ്വീകരിക്കേണ്ട നിലപാട്, അങ്ങനെ തുടങ്ങി. പിന്നെ അത്തരം സംശയങ്ങൾ ഇല്ലാതിരിക്കുവാൻ വീടുകളിലും പരസ്പര പെരുമാറ്റത്തിലുമൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിലൊക്കെ പിശാച്ചിൻ്റെ ഇടപെടലുകൾ, പിശാച്ചിൻ്റെ കാൽപ്പാടുകളെ കരുതിയിരിക്കേണ്ടത്, അതുപോലെ പിന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നും കഴിക്കാൻ കഴിയും വരെ എങ്ങനെ പെരുമാറണമെന്നും അടിമകളുടെ വരെ കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു ഇറക്കിയതാണ് എന്ന് അത് സ്വയം വെളിവാക്കുന്നുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതല്ല, അതിനോട് ധിക്കാരം പ്രവർത്തിച്ചാൽ മുമ്പ് കഴിഞ്ഞ ജനതകളുടെ ഗതി തന്നെ, മുമ്പ് ധിക്കാരം പ്രവർത്തിച്ച ജനതകളുടെ ഗതി തന്നെ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുവാനാണ് ഇടയിൽ ഈ ഒരു വാചകം വെച്ചിരിക്കുന്നത്. വ മൗഇലത്തൽ ലിൽ മുത്തഖീൻ, ഇത് മുമ്പ് കഴിഞ്ഞ ആളുകളുടെ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പിന്നെ നിഷേധികൾക്ക് താക്കീതാകാനാണ്, അതുപോലെ തന്നെ മുത്തക്കികൾക്ക് സതുപദേശമാണ്. അഥവാ ആ സമൂഹത്തിലൊക്കെ സത്യം മുറുകെ പിടിച്ച് ജീവിച്ചവർ, സമൂഹത്തിൻ്റെ എതിർപ്പും സമൂഹത്തിൻ്റെ പരിഹാസവും അവരുടെ ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് സത്യത്തിൽ ഉറച്ചു നിന്ന ആളുകൾ വിജയിച്ചു എന്നതുപോലെ ഞങ്ങളും സത്യം മുറുകെ പിടിച്ച് ഇരുലോകത്തും വിജയിക്കും എന്നുള്ള സതുപദേശം വിശ്വാസികൾക്ക് നൽകുന്നതുമാണ്. അതിനു വേണ്ടിയിട്ടാണ് വ മൗഇലത്തൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മസല് എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാർ ഇനി പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉപമയെക്കുറിച്ചാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലാഹിർ, അതിൻ്റെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് മുമ്പ് കഴിഞ്ഞ സംഭവങ്ങൾ, മുമ്പ് കഴിഞ്ഞ ജനതകളുടെ കാര്യങ്ങൾ ഒക്കെയാണ്. അതേസമയത്ത് ഇനിയുള്ള അതിനും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് പറയാൻ പോകുന്നതിൻ്റെ ആമുഖവും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഉപസംഹാരവുമായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനാണ് ഇടയിലിടയിൽ ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയിൽപ്പെട്ടതാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമാണിത് എന്ന് വളരെ ആഴത്തിൽ ആളുകളുടെ മനസ്സിൽ കയറ്റുന്ന അത്യന്തം സാഹിത്യപൂർണമായ പിന്നെ കോർവയായിട്ടാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ എന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഇത് എന്നും മറ്റൊരു വിശദീകരണം ആവശ്യമില്ലാതെ ഇത് വായിച്ചു നോക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാകും. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലാതെ ദേഹേച്ഛയുടെ ലവലേശം ഉള്ള ഒരാളിൽ നിന്ന്
അത്തരം വർത്തമാനങ്ങൾ വരികയില്ല. വ്യഭിചാരത്തെക്കുറിച്ചും സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലിനെക്കുറിച്ചും അവർ പരസ്പരം സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനുഷ്യരെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാവുന്ന അവരുടെ സൃഷ്ടാവിങ്കൽ നിന്ന് വന്നതാണ് എന്ന് ആ വാചകങ്ങൾ തന്നെ സാക്ഷിയാണ്. ആധുനിക സമൂഹം അതിനോട് കലഹിക്കുകയാണല്ലോ. അഥവാ അവർക്ക് പുരുഷന്റെ വസ്ത്രം പൂർണ്ണമായ വസ്ത്രധാരണമാകണമെങ്കിൽ, ഒരു പുരോഗമനമായിട്ട് അംഗീകരിക്കണമെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണം അത് വളരെ മോശമായ, വളരെ പരിമിതമായ അർത്ഥത്തിലുള്ള വസ്ത്രമാകുമ്പോഴാണ് അത് പുരോഗമനം. എന്തുകൊണ്ടാണ്? അവരെ നയിക്കുന്നത് അവരുടെ ദേഹേച്ഛകളാണ്, അവരുടെ വിവരക്കേടുകളാണ്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിൽ നിന്ന്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ തികഞ്ഞ അറിവിൻ്റെയും ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണിത് എന്ന് ഇത് വായിച്ചു നോക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാകും എന്നാണ് ഇവിടെ ആയാത്തിൻ മുബയ്യിനാത്തിൻ എന്നത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ആയത്തുകളെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിൽ പടർത്തുകയും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകളും ന്യൂനതകളുമൊക്കെ അള്ളാഹു അതിൻ്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.